അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ നമ്മൾ OBയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ ആളുകൾക്ക് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്നും അവരുടെ റോളുകൾ എന്തൊക്കെയാണെന്നുള്ളതും പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാവുള്ളൂ. സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യേണ്ടതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ള പാഠം. അപ്പോൾ അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എങ്ങനെ ടാസ്കുകൾ ഡിവൈഡ് ചെയ്യപ്പെടുന്നു, അതുപോലെ തന്നെ ആളുകളെ ടാസ്ക് ബേസ് ചെയ്ത് എങ്ങനെ ഗ്രൂപ്പ് ആക്കപ്പെടുന്നുണ്ട്, അതുപോലെ അവരൊക്കെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നു, ഇതിൻ്റെയൊക്കെ ഒരു പഠന മേഖലയാണ്, ഇതൊക്കെ അടങ്ങുന്ന ഒരു പഠന മേഖലയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു സ്ട്രക്ചറിന് 7 എലമെൻറ്റുകൾ നമ്മൾ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട 7 എലമെൻറ്റുകൾ നമ്മളിതിൽ പറയും. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ച് ടൈപ്സുകൾ നമ്മളിതിൽ പറയും. അതുപോലെ മെക്കാനിസ്റ്റിക്കും അതുപോലെ ഓർഗാനിക് സ്ട്രക്ചറിൻ്റെയും വ്യത്യാസങ്ങൾ നമ്മൾ പറയും. അതുപോലെ ഇതിൻ്റെ എഫക്റ്റിനെ കുറിച്ച് നമ്മൾ പറയും. അപ്പോൾ ആദ്യമായിട്ട് സ്ട്രക്ചറിൻ്റെ 7 എലമെൻറ്റുകളാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ഒന്ന് വർക്ക് സ്പെഷ്യലൈസേഷനാണ്. ആളുകൾക്ക് അവരവർ വർക്ക് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് സ്പെഷ്യലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. 2 ഡിപ്പാർട്ട്മെൻറ്റലൈസേഷനാണ്. ഓരോരുത്തരുടെയും വർക്കിനനുസരിച്ചിട്ട് അവരുടെ ഒരു കൂട്ടമാക്കി മാറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി രൂപപ്പെടുന്നതിനാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത് ചെയിൻ ഓഫ് കമാൻഡാണ്. ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ചെയിൻ ഓഫ് കമാൻഡ് അവിടെ ഉണ്ടായിരിക്കും. നാലാമത് സ്പാൻ ഓഫ് കൺട്രോൾ എന്നുള്ളതാണ്. ഇങ്ങനെ കമാൻഡുകൾ നൽകി കഴിഞ്ഞാൽ അവരെങ്ങനെ അതിനെ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെങ്ങനെ ആ ഒരു കമാൻഡിനനുസരിച്ച് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൺട്രോൾ ചെയ്യാനുള്ള സ്പാൻ ഓഫ് കൺട്രോൾ അവിടെ ഉണ്ടാവും. അതുപോലെ അഞ്ചാമത്തതാണ് സെൻട്രലൈസേഷൻ. അപ്പോൾ സെൻട്രലൈസേഷന് അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡിസെൻട്രലൈസേഷനും കൂടി നമുക്കിതിൽ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. എന്നുവെച്ചാൽ ഒരാൾ കമാൻഡ് ചെയ്യുമ്പോൾ അവിടെ സെൻട്രൽ പവറാണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, സെൻട്രൽ പവറാണ് ഇതൊക്കെ തീരുമാനിക്കുന്നതെങ്കിൽ അവിടെ സെൻട്രലൈസേഷൻ ഉണ്ടാവും. ഇനി അങ്ങനെയല്ല, അവർ തന്നെ പരസ്പരമായിട്ട് സംസാരിച്ചു കൊണ്ടാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവിടെ ഡിസെൻട്രലൈസേഷൻ അവിടെ ഉണ്ടാവും. ആറാമത്താണ് ഫോർമലൈസേഷൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും ഒഫീഷ്യലാക്കി പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഒഫീഷ്യലാക്കി ചെയ്യുക എന്നുള്ളത്. ഏഴാമത് ബൗണ്ടറി സ്പാനിങ് എന്നുള്ളതാണ്. ഏത് പ്രവർത്തനങ്ങൾക്കും അവരുടെ ലിമിറ്റേഷൻ അനുസരിച്ചിട്ട് ബൗണ്ടറികൾ കൃത്യമാക്കി വെച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യാൻ ഏതൊരു വർക്ക് ചെയ്യാമെന്നുള്ള പറ്റിയിട്ടൊക്കെ ഉള്ളൊരു ഐഡിയ അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ കുറച്ച് ടൈപ്സുകളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഒന്നാമത് സിമ്പിൾ സ്ട്രക്ചർ എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അതിൽ അധികവും ഫ്ലെക്സിബിളായിട്ടായിരിക്കും അത് കാര്യങ്ങളൊക്കെ നടക്കുക. അതുപോലെ തന്നെ അതിൽ സെൻട്രലൈസ്ഡ് കമാൻഡ് പവർ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് സിമ്പിൾ സ്ട്രക്ചറിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ ബ്യൂറോക്രസിയിൽ ഒരുപാട് ഹയറാർക്കികൾ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഹയറാർക്കിനെ നിയന്ത്രിക്കുന്ന റോളുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. മൂന്നാമത്തെ മാട്രിക്സ് സ്ട്രക്ചർ എന്നുള്ളതാണ്. അതിൽ ഡുവൽ റിപ്പോർട്ടിംഗ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. നാലാമത്തെ വിർച്വൽ സ്ട്രക്ചർ എന്നുള്ളതാണ്. അതിൽ ഔട്ട്സോഴ്സിങ് ഫോർ ഫങ്ഷൻസ് അതിലുണ്ടാവും. അഞ്ചാമത് ടീം സ്ട്രക്ചർ എന്ന് വെച്ചാൽ അതിൽ ഓരോ ടീമുകളും സെൽഫ് മാനേജ് ചെയ്തുകൊണ്ടായിരിക്കും അവർ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഏറ്റവും അവസാനത്താണ് സർക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വെച്ചാൽ അതിൽ അതോറിറ്റി ആയിരിക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അപ്പോൾ അവിടെ അതോറിറ്റി തീരുമാനിക്കുമ്പോൾ പരസ്പര ടീമുകളുടെയൊക്കെ ബന്ധം മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഒരു അതോറിറ്റി ഫ്ലോ അവിടെ നടക്കും എന്നുള്ളതാണ് ഈ ഒരു സ്ട്രക്ചറിൻ്റെ പ്രത്യേകത. ഇനി മെക്കാനിസ്റ്റിക്കും അതുപോലെ തന്നെ ഓർഗാനിക് സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസമാണ്. മെക്കാനിസ്റ്റിക് എപ്പോഴും റിജിഡ് ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ സെൻട്രലൈസ്ഡ് ഒപ്പീനിയൻ ബേസ്ഡ് ആയിരിക്കും അവിടെ നടക്കുക. ഏറ്റവും നേരെ ഓപ്പോസിറ്റാണ് ഓർഗാനിക് എന്നുള്ളത്. അതിൽ ഫ്ലെക്സിബിൾ ആയിരിക്കും ആ സാധനം. അതുപോലെ തന്നെ ഡിസെൻട്രലൈസ്ഡ് വർക്കുകളായിരിക്കും അവിടെ നടക്കുക. പക്ഷേ അവിടെ ഇന്നോവേറ്റീവ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെൻട്രലൈസ്ഡും ഡിസെൻട്രലൈസ്ഡ് കൺട്രോളൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ സ്പാൻ ഓഫ് കൺട്രോൾ കാര്യമായിട്ട് ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. ഓരോ ആളുകളും പ്രവർത്തിക്കുമ്പോൾ അവരുടെ വർക്ക് സ്പേസ്, അതുപോലെ തന്നെ അവരുടെ വർക്ക് ആബിലിറ്റി, വർക്ക് ടൈമൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു വൈഡർ സ്പാനിൻ്റെ ഒരു ആവശ്യം നമുക്ക് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ജോബ് ഇൻസെക്യൂരിറ്റി അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ മൂന്നാമത്താണ് അവിടെ സ്ട്രെസ് ഉണ്ടാവും എന്നുള്ളത്. അതുപോലെ തന്നെ സർവൈവ് ചെയ്യാനുള്ള മനോഭാവം കൂടെ വളരെ കുറഞ്ഞു വരുന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ സ്ട്രക്ചർ എപ്പോഴും എംപ്ലോയീസിൻ്റെ ബിഹേവിയറിനെയും അതുപോലെ തന്നെ പെർഫോമൻസിനെയും ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ പോയിൻ്റ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്
ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ് അതിൻ്റെ ആ സ്ട്രക്ചറിൻ്റെ 7 എലമെൻറ്റുകളാണ് നമ്മളിതിൽ പറഞ്ഞത്.